എസ്തെറ്റിക് ആൻഡ് വെൽനസ് വിൽ ബി ദ നെക്സ്റ്റ് ക്രിപ്റ്റോ. നമ്മുടെ GDPനെ ഫ്യൂവൽ ചെയ്യുന്ന ഒരു മേജർ തിങ് വിൽ ബി ദ എസ്തെറ്റിക് ആൻഡ് വെൽനസ്. വി ആർ ദി ഫസ്റ്റ് ക്ലിനിക് ചെയിൻ ഓർ എ ഫസ്റ്റ് കമ്പനി വെയർ മാസീവ് ആയിട്ടുള്ള രീതിയിൽ ജെനറ്റിക്സും AI-യും വെൽനെസ്സും കൂടെ ഒരുമിപ്പിച്ചു. ബേസിക്കലി ദേ യൂസ് സൺസ്ക്രീൻ, നൈറ്റ് ക്രീം യൂസ് ചെയ്യും. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യെസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നോർമലി നമ്മൾ ഡോക്ടേഴ്സ് വി ആർ ആക്ച്വലി നോട്ട് എ ഗുഡ് ബിസിനസ് പീപ്പിൾ. സോ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതെന്ന് എനിക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആ പ്രോഫിറ്റ് വരിക. നെവർ ക്വിറ്റ്. തോൽവികളുണ്ടാവും. ദ റിച്ചസ്റ്റ് ജാപ്പനീസ് ബിസിനസ്സുകാരനാണ് ടഡാഷി യാനായി. ആൾക്ക് 9 losses and 1 win ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അത് എക്സ്പെക്റ്റഡ് ആണ്. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഞാനാണ് എൻ്റെ ഡ്രീം അല്ലെങ്കിൽ എൻ്റെ വിഷൻ. അതൊരിക്കലും ഞാൻ അച്ചീവ് ചെയ്യില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ അടുത്ത 10 വർഷത്തേക്ക് ഞാൻ പോയി. 1 CRൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിലുള്ള ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 4-5 ക്ലിനിക്സിൽ അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ക്ലിനിക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള മോഡലല്ല, ഞങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് മോഡലാണ്. സൗന്ദര്യം എന്നത് കേവലം ബാഹ്യമല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെ കൂടി അടയാളമാണെന്ന് വിശ്വസിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തെയും സംരംഭകത്തിൻ്റെ പുതുപുത്തൻ സാധ്യതകളെയും കോർത്തിണക്കി കേരളത്തിൻ്റെ എസ്തെറ്റിക് മേഖലയിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. ഡോക്ടർ ജോസഫ് തോമസ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മെഡിക്കൽ ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിന് അത്ര പരിചിതമല്ലായിരുന്നു. അപ്പം ആസ്റ്ററിൻ്റെ ആസാദ് മൂപ്പനെ പോലെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് തോന്നുന്നത്? പല കാരണങ്ങളുണ്ടാവാം. അതിൻ്റെ അകത്തൊരു മേജർ ഇൻഫ്ലുവൻസ് മേ ബി സോഷ്യൽ മീഡിയ ആവാം, അവെയർനെസ് ആവാം, നമ്മുടെ എക്കോണമിയെക്കുറിച്ച്, ഇന്ത്യൻ എക്കോണമിയെക്കുറിച്ചിട്ടുള്ള അവെയർനെസ്. ഇപ്പം ആസാദ് മൂപ്പൻ സാറൊക്കെ ആണെങ്കിലും സാർ ദുബായിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ രാസ്റ്റർ ഗ്രൂപ്പൊക്കെ എക്സ്പാൻഡ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മുടെ എക്കോണമിയെക്കുറിച്ച് കൂടുതലും യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് അറിയാം. വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ ട്രെൻഡ്സ്, അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ യൂത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ടാവാം കൂടുതൽ ആൾക്കാർ ഓൺട്രപ്രണേഴ്സ് ആവാനും പിന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ബിസിനസ്സിന് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് നോംസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പം പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് ഓരോന്നും ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് മൈറ്റ് ബി വൺ ഓഫ് ദി അട്രാക്ഷൻ ഫോർ ദ യങ്സ്റ്റേഴ്സ് ടു, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് മെഡിക്കൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാനുള്ള കാരണങ്ങൾ ഇതൊക്കെയാവാം. ആദ്യം ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ടായിരിക്കുമല്ലോ തുടങ്ങിയത് ഡോക്ടറും, അതിനുശേഷമായിരിക്കും ഇങ്ങനെ സംരംഭത്തിൽ. അപ്പോൾ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു അതിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വരാനായിട്ടും? കാരണം അതിൽ തുടങ്ങാതെ സംരംഭകത്വത്തിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? അത് ഒരു മേജറായിട്ടുള്ളൊരു റീസൺ ഈസ് മൈ ഫാദർ. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു ബിസിനസ് ഫാമിലിയാണ്. അപ്പം ആൾ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് എൻ്റെ ഫാദറും എൻ്റെ ഫാമിലിയും ഉള്ളത്. ഞാൻ ഈ മെഡിക്കൽ ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് തിരിഞ്ഞെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു എപ്പോഴും ആ ഒരു രക്തത്തിലുണ്ടാവും ബിസിനസ് എന്നുള്ള രീതിയിൽ. ആൻഡ് എനിക്ക് ഒരു നോർമൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ അതൊരു കച്ചവടമാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ നോർമലി ഇപ്പോൾ വെൻ യു കൺസിഡർ അല്ലെങ്കിൽ വെൻ യു കമ്പയർ ട്രഡീഷണൽ ഹെൽത്ത് കെയർ ആൻഡ് ആൻ എസ്തെറ്റിക് ഓർ എ വെൽനെസ് സെക്ടർ എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് കെയർ നോർമലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അസുഖക്കാർ, വയ്യാത്തവർ വരിക എന്നുള്ളത്. അപ്പോൾ അതിനെ എനിക്ക് ഒരു കച്ചവടമാക്കാൻ, ഒരു ബിസിനസ് ആക്കാനും ഐ വാസ് നോട്ട് വില്ലിങ് ഫോർ ദാറ്റ്. ആൻഡ് എൻ്റെ ഒരു സേഫ് ഹേവൻ കണ്ടുപിടിച്ചതാണ് ഈ എസ്തെറ്റിക് ആൻഡ് വെൽനെസ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഫോർ മീ ആൻഡ് ഫോർ ദ എക്കോണമി, ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 7 years ആയിട്ട് റീസെൻറ്റ് ബഡ്ജറ്റിലാണെങ്കിലും വെൽനെസ്സിന് ഒരുപാട് ബഡ്ജറ്റ് തന്നെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. സോ അത് ഫോർച്ചുനേറ്റ് ഫോർ മീ ആൻഡ് എന്നെ പോലുള്ള ഓൺട്രപ്രണേഴ്സിന്, ആൻഡ് ദാറ്റ് വാസ് എ വെരി ഗുഡ് ബ്ലെസ്സിങ് ഫോർ അസ്. കേരളത്തിൽ ഒരുപാട് സെൻറ്ററുകളുണ്ട്, വെൽനസ് സെൻറ്ററുകളും എസ്തെറ്റിക് സെൻറ്ററുകളും. അപ്പോൾ നമ്മൾ എന്തൊരു സ്പെഷ്യാലിറ്റി കൊണ്ടുവന്നിട്ടാണ് ഇതിലേക്ക് വന്നത്? ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോർമലായിട്ടുള്ള എസ്തെറ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് നിയർ ടു എ ഡെക്കേഡായി ഞങ്ങൾ മാർക്കറ്റിലേക്ക് വന്നിട്ട്. സോ അന്ന് ഒരുപാട് എസ്തെറ്റിക് സെൻറ്റേഴ്സ് എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. ആൻഡ് വാട്ട് ഈസ് എസ്തെറ്റിക്സ് എന്നുള്ളതും അറിയില്ല. കൂടുതലും അന്നൊക്കെ ഫിലിം സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ളവർ മാത്രം, കാശുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു പ്രവണതയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഇറ്റ് ടുക്ക് ടൈം ഫോർ അസ് എഫേർട്ട് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അത് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ വി സ്റ്റാർട്ടഡ് വിത്ത് എസ്തെറ്റിക്സ്. പിന്നെ ഞങ്ങൾ വി ആഡഡ് ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ടു ഇറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ എസ്തെറ്റിക് എന്നുള്ളത് ഞങ്ങൾക്ക് അതൊരു 25 to 30% മാത്രമാണ്. സോ വി ഹാവ് ബിൽട്ട് എ വെൽനെസ് എക്കോ സിസ്റ്റം. അപ്പോൾ ഞങ്ങളുടെ കമ്പനി, ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആക്ച്വലി. സോ വി ഹാവ് ബിൽട്ട് എൻ എക്കോ സിസ്റ്റം. അതിൽ നമുക്ക് വെൽനെസ്സിൻ്റെ പാർട്ടുണ്ട്, ആയുർവേദത്തിൻ്റെ പാർട്ടുണ്ട്, നോൺ സർജിക്കൽ എസ്തെറ്റിക്കിൻ്റെ പാർട്ടുണ്ട്, സർജിക്കൽ എസ്തെറ്റിക്കിൻ്റെ പാർട്ടുണ്ട്,
എക്യുപ്മെൻസിൻ്റെ പാർട്ടുണ്ട്, ഡെർമറ്റോളജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്രൊഡക്ട്സിൻ്റെ ഡിവിഷനുണ്ട്. സോ വി ഹാവ് ക്രിയേറ്റഡ് എ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ആ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. മെഡ്ലോഞ്ചസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഏതൊക്കെ ഏരിയാസിലാണ് വരുന്നത്? മെഡ് ലോഞ്ചസ് എന്ന് പറയുമ്പം വി സ്റ്റാർട്ടഡ് വിത്ത് മെഡ് ലോഞ്ചസ്. അപ്പോൾ മെഡ് ലോഞ്ചസിന് നോർമലി നമ്മൾ സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ എസ്തെറ്റിക് ആൻഡ് വെൽനെസ് സെക്ടറാണ് അതിലുള്ളത്. അപ്പോൾ ബേസിക്കലി ഞങ്ങൾ മെഡ് ലോഞ്ചസിൽ ഫോക്കസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് തിരുവല്ലയിൽ വി ഹാവ് എ ഹോസ്പിറ്റൽ. സോ അവിടെ നമ്മൾ ബോഡി ഷേപ്പിംഗ് ആൻഡ് ബോഡി കോൺടോറിങ് സർജറീസ് ഒക്കെയാണ്. സോ വി ഹാവ് സർജൻസ്, വി ഹാവ് ഗൈനക്കോളജിസ്റ്റ്, വി ഹാവ് വിസിറ്റിംഗ് പ്ലാസ്റ്റിക് സർജൻസ്, ബാക്കിയുള്ള ലൈറ്റ് സർവീസസും ഒക്കെ ഉണ്ട്. പ്ലസ് ആയുർവേദ നമുക്കവിടെ ഉണ്ട്. സോ കമ്മിങ് ടു കൊച്ചിൻ, നമുക്ക് കൂടുതലായിട്ടും നോൺ സർജിക്കൽ ആസ്പെക്റ്റാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആൻഡ് വി ആർ ആക്ച്വലി കമ്മിങ് അപ്പ് വിത്ത് അറൗണ്ട് ഒരു 20-25 ക്ലിനിക്സ് ഇൻ ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. സോ അത് ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു പ്രൊജക്റ്റാണ്. ആൻഡ് ഇറ്റ്സ് എ ബിഗ് പ്രൊജക്റ്റ്, ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ്. സോ ദാറ്റ് ഈസ് ഹൗ വി ഡു. അത് കേരളത്തിൽ മാത്രമാണോ കൂടുതൽ ബ്രാഞ്ചസ് വരുന്നത്, അത് പുറത്തേക്കും പോകും? അല്ല, ഈ വെൽനസ് ആൻഡ് എസ്തെറ്റിക്കിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിക്കൊണ്ട്, സോ ഇൻ 3 to 5 years our aim is to build around 200 to 300 wellness centers, clinics, like globally. So അതിൻ്റെ ഒരു മെജോറിറ്റി, ഒരു 75 to 80% വിൽ ബി ഇൻ ഇന്ത്യ. സോ റൈറ്റ് നൗ നമ്മൾ ഏകദേശം ഒരു 12 സെൻറ്റേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇൻ സൗത്ത് ഓഫ് ഇന്ത്യ. ആൻഡ് ഞങ്ങൾക്ക് ആക്ച്വലി ഒരു UK കമ്പനിയായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തു. സോ വി ആർ എ UK കൊളാബറേറ്റഡ് കമ്പനി. സോ UK-ലും ന്യൂസിലൻഡിലും ശ്രീലങ്കയിലും ഓരോ സെൻറ്റേഴ്സും വീതം നമ്മൾ ഓൾറെഡി അത് അണ്ടർഗോയിങ് ആണ്, കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അണ്ടർഗോയിങ്. സോ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ദ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 15 സെൻറ്റേഴ്സ് അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ്, മെജർലി ഇൻ ഇന്ത്യ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതാണ്. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അജണ്ട, ആൻഡ് വി ആർ വർക്കിംഗ് ഫോർ ദാറ്റ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു വെൽനസ് സെൻറ്ററിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഡോക്ടർ സെൻറ്റേർഡ് ആയിരിക്കത്തില്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ അതിൻ്റെ ഇത് വരുമ്പോഴേക്കും എങ്ങനെയായിരിക്കും അവിടെ നമ്മുടെ സർവീസ് ഉറപ്പാക്കുന്നത്? ദാറ്റ് ഈസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കാര്യം നമ്മളൊരു ബിസിനസ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ, സർവീസ് സെക്ടർ ആയിക്കോട്ടെ, പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, സോ ഒരു ബിസിനസ് ആയിട്ട് രീതിയിൽ വരുമ്പോഴത്തേക്കിന് വൺ തിങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, സ്കെയിലബിലിറ്റി. എത്രത്തോളം സ്കെയിലബിൾ ആവാൻ പറ്റും. അപ്പം ദാറ്റ് ഈസ് വെയർ എ ട്രഡീഷണൽ ഹോസ്പിറ്റൽ ആൻഡ് ഞങ്ങളുടെ പോലത്തെയുള്ള വെൽനസ് ഓർ എസ്തെറ്റിക് സെൻറ്റേഴ്സ് ആർ ഡിഫറെൻറ്റ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് മാക്സിമം, അപ്പോൾ ഞങ്ങളുടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ലൈൻ ഓഫ് ബിസിനസ്സിൽ വി വോണ്ട് ടു എക്സ്പാൻഡ്, അഗ്രസീവ്ലി വി വോണ്ട് ടു എക്സ്പാൻഡ്. അപ്പോൾ ഈ എക്സ്പാൻഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന സ്കെയിലബിലിറ്റിക്ക് ഇഷ്യൂ ഉണ്ടാവുമോ? ഒരു സെൻറ്ററിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ദി അതർ സെൻറ്റർ ഷുഡ് ഓൾസോ ഫോളോ ദ സെയിം തിങ്. സോ പണ്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറിനെ ചുറ്റിപ്പറ്റിയാണ് ഒരു ക്ലിനിക്കാവട്ടെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ നടന്നുകൊണ്ടിരുന്നത്. അതിനൊരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറിനെ റീലൊക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഡോക്ടറിൻ്റെ ഒരു കാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ തന്നെ താഴോട്ട് വരാം, അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് പേഷ്യൻസ് ഫ്ലോക്ക് ചെയ്യും, പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സോ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ പോലത്തെ വെൽനസ് ആൻഡ് എസ്തെറ്റിക് ക്ലിനിക്സ്, ഞങ്ങൾ വെൻ വി ലേ ദ ഫൗണ്ടേഷൻ ഇറ്റ് സെൽഫ്, ഞങ്ങൾ പ്രോസസ്സിലും SOP-യിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലും അതിൻ്റെ ഒരു ഫോക്കസ് മൂന്നലും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 25% ഓർ മാക്സിമം 30% ഉള്ളൂ ഡോക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡോക്ടർ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഒരു 60 to 70% SOPs-ൽ, ടെക്നിക്കൽ മെഷീനറീസിലാവാം, ടെക്നീഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്കെയിലബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനുള്ള ചോദ്യം, നോർമലി അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെ ഉണ്ടാവും? ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് വാട്ട് നമ്മൾ ഈ SOPs ക്രിയേറ്റ് ചെയ്ത് തന്നെ ആ ക്വാളിറ്റി കോംപ്രമൈസ്ഡ് ആവാതിരിക്കാനാണ്. സോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആവാം, ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സിന് നമ്മളവിടെ ഇരുത്തിയിട്ട് 20 to 30% അവരെ ഓറിയൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി അവരുടെ മോണിറ്ററിങ്ങിൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് നടക്കുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ സ്കെയിലബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സെൻറ്റർ തുടങ്ങുമ്പോഴേക്ക് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുമോ, അതോ എങ്ങനെയാണ് ഓൺ ഇതിൽ തന്നെ? പല രീതിയിലും വരാം. അപ്പം നമുക്ക് ഞങ്ങളുടെ ഓൺ ഫണ്ടിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് 2-3 VCs-ഉമായിട്ട് ഞങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളും നടന്നു. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ അങ്ങനെ രീതിയിൽ വരുമ്പോഴത്തേക്കിന് എല്ലാവരും ചോദിക്കുന്നത് വാട്ട് ഈസ് ദ എല്ലാവരുടെയും കൺസേൺ. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ എപ്പോൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ബിസിനസ് ടേംസിൽ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതെന്ന് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇപ്പം I can compare that with a normal traditional hospital. ഒരു നോർമൽ ട്രഡീഷണൽ ഹോസ്പിറ്റൽ 3 to 5 years എടുക്കും അവരുടെ ക്യാപെക്സ്, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എല്ലാം തിരിച്ചു കിട്ടുക എന്നുള്ളത്. കമ്മിങ് ടു എസ്തെറ്റിക് ഓർ വെൽനസ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ വെൽനസ് സെൻറ്റേഴ്സിൽ നമുക്ക് ഒരു ബ്രേക്ക് ഈവൺ ആയിട്ട്, അവിടുത്തെ റവന്യൂവിൽ നിന്ന് ബ്രേക്ക് ഈവൺ ആയിട്ട് നമുക്ക് ഓടാൻ 3 to 5 months കൊണ്ട് നമുക്ക് ബ്രേക്ക് ഈവൺ ആവാൻ പറ്റും. അതിൻ്റെ ക്യാപെക്സ് റിട്ടേൺസ് കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടാൻ ആവറേജ്
ഒരുപാട് സെൻറ്റേഴ്സിൻ്റെ അനാലിസിസും ഞങ്ങളുടെ ഓൺ എക്സ്പീരിയൻസിലുമാണ് 18 to 22 months, അതായത് അണ്ടർ 2 years തന്നെ ബ്രേക്ക് ഈവൺ ആവും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഒരുപാട് റീസൺ ഉണ്ട്. സർജിക്കൽ അപ്രോച്ചസ് ആൾക്കാർ അതിനേക്കാളും കൂടുതൽ എനിക്ക് നോൺ സർജിക്കൽ മതി എന്ന് പറയാനും, ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇന്ന് വരാൻ, അതായത് ഓൾമോസ്റ്റ് 70% സർജിക്കൽ പ്രൊസീജിയേഴ്സ്, ഞാൻ ഈ പറയുന്നത് വെൽനസ് ആൻഡ് എസ്തറ്റിക്കാണ്. എസ്തറ്റിക്കലും വെൽനസിലും കിട്ടുന്ന സർജിക്കൽ റിസൾട്ടിൻ്റെ 70 to 80% ഓർ 60 to 70% നോൺ സർജിക്കലി നമുക്ക് അച്ചീവ് ചെയ്യാനുമുള്ള സാധ്യതകൾ വരുന്നിടത്തോളം അത് വന്നതിൻ്റെ പേരിലാണ് ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് തിരിയുക. ഓഫീസ് പ്രൊസീജിയേഴ്സ്, ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ അങ്ങനെ പറയും, ഓഫീസ് പ്രൊസീജിയർ. ആൾക്കാർക്ക് അഡ്മിറ്റായി റിക്കവറി ചെയ്ത് ഒരാഴ്ചത്തെ ലീവ് എടുക്കാൻ അത് പോസിബിൾ അല്ല ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് കാലത്ത്. അപ്പോൾ ദേ വോണ്ട് ഓഫീസ് പ്രൊസീജിയേഴ്സ്, ദേ വോണ്ട് വെരി ഫാസ്റ്റ് റിക്കവറി, ഡൗൺ ടൈം എന്നൊക്കെ പറയാം, അത് കുറച്ച് വെക്കുക. അപ്പോൾ അതാണ് ഈ പറഞ്ഞ എസ്തെറ്റിക് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സിൽ ഇപ്പോൾ റീസെൻ്റ്ലി വന്നതോടുകൂടി അതൊരു ബൂമിങ് ആയി. വന്നതോടുകൂടി അത് ബൂമിങ് ആയി. കാര്യം എന്ത് പ്രൊസീജിയർ ആണെങ്കിലും ഡിപ്പെൻഡബിൾ ആയിട്ട് മാറി. സോ ഓൾ ദീസ് തിങ്സ് ആർ മേക്കിംഗ് ഇറ്റ് മച്ച് മോർ എഫിഷ്യൻറ്റ് ആൻഡ് മച്ച് മോർ ഫാസ്റ്റർ. എയുടെ കാര്യം പറഞ്ഞു. ഏത് തരത്തിലാണ് ഈ മേഖലയിലേക്കൊരു സ്വാധീനം വരുന്നത്? ചികിത്സാ രീതികളിലാണോ അതോ നമ്മുടെ സർവീസിലാണോ? എല്ലാ രീതിയിലും ഐക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഈ ഗൂഗിളും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വരുന്ന പോലത്തെയാണ്. അതായത് നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. സോ ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വി ആർ ദി ഫസ്റ്റ് ക്ലിനിക് ചെയിൻ ഓർ എ ഫസ്റ്റ് കമ്പനി വെയർ മാസീവായിട്ടുള്ള രീതിയിൽ മാസ്സായിട്ട് ജെനറ്റിക്സും ഐയും വെൽനെസ്സും കൂടെ ഒരുമിപ്പിച്ചത്. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് സലൈവ, തുപ്പൽ മാത്രം എടുത്ത് ജനറ്റിക് ഘടന കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് ആക്ച്വലി നേരത്തെയും ഉണ്ട്, പലരും പല സ്ഥാപനങ്ങളും ഇൻഡിവിജ്വലി ചെയ്യുന്നതാണ്. ആ ജനറ്റിക് ആയിട്ടുള്ള നമ്മുടെ ജനറ്റിക് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള ഡേറ്റ നമ്മളെടുത്ത് ഐയുടെ സഹായത്തോടു കൂടി നോർമലായിട്ടുള്ള നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ്, അതായത് നമ്മുടെ ബ്ലഡ് ആവാം, ലിവർ ആവാം, കിഡ്നി ആവാം, ഇതിൻ്റെ റിസൾട്ടുമായിട്ട് ഒരുമിപ്പിച്ച് നമുക്ക് എത്രത്തോളം റെലവൻ്റ് ആണ് ആ വെൽനെസ്സിന്, എൻ്റെ ലൈഫ് സ്പാൻ കൂട്ടാൻ അല്ലെങ്കിൽ എൻ്റെ നോർമലായിട്ടുള്ള എൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ജനറ്റിക് ഡാറ്റ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് അത് കൂട്ടാൻ പറ്റി ഐയുടെ സഹായത്തോടു കൂടി. സോ ഐ എന്ന് പറയുന്ന സാധനം നമ്മൾ ബാക്കിയുള്ള ഡേറ്റകളുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വി ആർ ദ ഫസ്റ്റ് കമ്പനി ടു കമ്പൈൻ ഓൾ ദീസ് തിങ്സ്. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അഗെയിൻ ബാക്ക് ടു ബിസിനസ്സിലേക്ക് വരുമ്പം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ എല്ലാവരും ചോദിക്കും വാട്ട് ഈസ് ദ ലൈഫ് ടൈം വാല്യൂ. ഒരു പേഷ്യൻ്റ് വന്നാൽ എത്ര നാൾ നമ്മുടെ അടുത്തുനിന്ന് എത്ര നാളത്തോളം ആ പേഷ്യൻ്റ് വരും, എത്ര എമൗണ്ടിന് പ്രൊസീജിയർ ചെയ്യും. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ബിസിനസ്. സോ ഈ പറഞ്ഞ ലൈഫ് ടൈം വാല്യൂ LTV എന്ന് പറയുന്ന സാധനം നമുക്ക് കൂട്ടാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് AI. വൈ? ജനറ്റിക് ഡാറ്റയുണ്ട്, നിങ്ങളുടെ ഡയഗ്നോസ്റ്റിക് ഡാറ്റയുണ്ട്, വെൽനസ് ഡാറ്റയുണ്ട്. AI ക്യാൻ പ്രെഡിക്റ്റ്, AI ക്യാൻ ഹെൽപ്പ് യു. ഒരു 30 വയസ്സുള്ള ഒരാളോട് പറയും, AIക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ജനറ്റിക് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം 32 years കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾ കൊളാജനൊക്കെ ഉപയോഗിച്ചാൽ നല്ലതാണ് നിങ്ങളുടെ സ്കിന്നിന്. ഞങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ക്ലിനിക്സിന് ഞങ്ങൾ എംബഡഡ് ആണ്. അപ്പോൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ അവരുടെ ഡേറ്റ ഞങ്ങളുടെ ഇതിലേക്ക് കോഡിലേക്ക് വരുമ്പോൾ തന്നെ അറിയാം, ഓക്കെ 32 years 33 years ഇന്ന ആൾക്ക് കൊളാജൻ സപ്ലിമെൻറ്റ്സ് പോകണം. കാര്യം ആളുടെ ജനറ്റിക് രീതി അനുസരിച്ചിട്ട് അതിൻ്റെ ഡീഗ്രേഡേഷൻ കൂടുതലായിട്ട് സംഭവിക്കാം. അപ്പോൾ അവർക്ക് ലോങ് ടേം ദേ ക്യാൻ സ്റ്റിക്ക് ഓൺ ടു അസ്. ബെഡ് ലോഞ്ചസിൽ വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അവർ എത്രത്തോളം തിരിച്ച് പിന്നെയും വരുന്നുണ്ട്? ആവർത്തിച്ച് വരുന്ന പേഷ്യൻസ് എത്രത്തോളം വരുന്നു? എഗെയിൻ ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം 65% ഞങ്ങളുടെ ഡേറ്റ കാണിക്കുന്നത് 65% ആൾക്കാർ ഇയർ ഓൺ ഇയർ ഞങ്ങൾക്ക് റിപ്പീറ്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഒരു നല്ല ഡേറ്റ, നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു 65% ആൾക്കാരെങ്കിലും നമുക്ക് റിട്ടൻഷൻ കിട്ടണം, റീറ്റെയിൻ ചെയ്യാൻ കിട്ടണം. അപ്പോൾ ഒരു ട്രഡീഷണൽ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അങ്ങനെ റിട്ടൻഷൻ ചിലപ്പോൾ പോസിബിൾ അല്ല. കാര്യം തിരിച്ചു വരരുതെന്നല്ല എല്ലാവരും പ്രാർത്ഥിക്കുക. സോ വെൽനസ് സെൻറ്റേഴ്സിൽ ചോദിച്ചത് ഇപ്പോൾ രോഗികളാണെങ്കിലും ഇപ്പോൾ ഒരു ആക്നെ വന്നു നേരത്തെ പറഞ്ഞ പോലെ, അതിനുശേഷം പിന്നെ അടുത്ത ഹോസ്പിറ്റൽസിലേക്ക് പോവാം, അല്ലെങ്കിൽ വേറൊരു സിംറ്റം വരുമ്പോൾ അടുത്ത അങ്ങനെ. അപ്പോൾ ഈ ഡേറ്റാസിൽ ഒരു ഇത് വരുവാണ്, നമുക്ക് ആ ഒരു ഡേറ്റ ഷോർട്ടേജ് വരും. അതെ, ഡേറ്റ ഷോർട്ടേജ് വരും. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് റിട്ടൻഷന് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് SOPs ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളെ ഞങ്ങൾ അധികം ഡീൽ ചെയ്യാറില്ല. വെൽനസ് ആൻഡ് എസ്തെറ്റിക്സ് ആണ് ഞങ്ങളുടെ ചെയിനിൽ. ഡെഫിനറ്റ്ലി വി ഹാവ് ഡെർമറ്റോളജിസ്റ്റ്, വി ഹാവ് ENT സർജൻസ്, വി ഹാവ് ക്വാളിഫൈഡ് പ്രാക്ടീഷണേഴ്സ് ഇൻക്ലൂഡിങ് ആയുർവേദ ഡോക്ടേഴ്സ്. കാര്യം അഗെയിൻ എസ്തെറ്റിക് ആൻഡ് വെൽനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അലോപ്പതി. ആയുഷിന് അതിൻ്റേതായിട്ടുള്ള റോളുണ്ട്. സോ അതിൻ്റെ ഗുണങ്ങൾ ഓരോ മൊഡാലിറ്റീസിൽ അല്ലെങ്കിൽ ഓരോ മെഡിസിൻ്റെ സ്ട്രീമിൽ നിന്നും നമ്മൾ സംയോജിപ്പിക്കും, നമ്മൾ കമ്പൈൻ ചെയ്യും. ടേക്കിംഗ് ഗുഡ് ഫ്രം അലോപ്പതി, ടേക്കിംഗ് ഗുഡ് ഫ്രം ആയുഷ്,
നമ്മൾ അങ്ങനെയാണ് യോജിപ്പിക്കുക. സോ അതുകൊണ്ട് തന്നെ അസുഖങ്ങളെക്കാളും കൂടുതൽ വെൽനെസ്സിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുക. ലോഞ്ചിവിറ്റി എന്ന് നമ്മൾ പറയും, നമ്മുടെ ലൈഫ് സ്പാൻ കൂട്ടുക. ഇപ്പോൾ പഴയ ഒരു 20-30 ഇയേഴ്സ് ബാക്ക് നമ്മുടെ ലൈഫ് സ്പാൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറയും യെസ് നമ്മുടെ കേരളത്തിലെ നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ വിജയമാണ്. ഡെഫിനറ്റ്ലി യെസ്, ഹെൽത്ത് കെയറിൻ്റെ വിജയം തന്നെയാണ്. നമുക്ക് അസുഖങ്ങൾ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാനും അഡ്വാൻസ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വെൽനെസ് ആൻഡ് ഈസ്തറ്റിക്സ്. അപ്പോൾ നമുക്ക് വെൽനെസ് ആൻഡ് ഈസ്തറ്റിക്സിൽ അത് ന്യൂട്രിയൻസ് ആവാം, വൈറ്റമിൻസ് ആവാം, മിനറൽസ് ആവാം, ആൻറ്റി ഓക്സിഡൻസ് ആവാം. ഇതെല്ലാം ഈ പറഞ്ഞ ജനറ്റിക് ഡാറ്റയും നമ്മുടെ ക്ലയൻസിൻ്റെ ഡേറ്റയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവരെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം വാല്യൂ നമുക്ക് ഞങ്ങളുടെ സെൻറ്റേഴ്സിൽ ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. നമുക്കിപ്പോൾ എവിടൊക്കെ ഉള്ള പേഷ്യൻസാണ് വരുന്നത്? കേരളത്തിലാണോ കൂടുതൽ അതോ പുറത്തേക്കൊക്കെ? അങ്ങനെയല്ല. ഇപ്പം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ സൗത്ത് ഇന്ത്യയിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദ റീസൺ ഞങ്ങൾ ഈ പുറത്തേക്കും കൂടെ ഞങ്ങൾ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ മെഡിക്കൽ ടൂറിസം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് എഗെയിൻ കമ്മിങ് ടു ദ റീസെൻറ്റ് ബഡ്ജറ്റ്, നമുക്ക് ഹീൽ ഇൻ ഇന്ത്യ എന്നുള്ളൊരു പ്രൊജക്റ്റ് തന്നെ, ഒരു മിഷൻ തന്നെ സെൻട്രൽ ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് 1 lakh crore ആണ് ഈ ഹീൽ ഇൻ ഇന്ത്യ മിഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹീൽ ഇൻ ഇന്ത്യ മിഷൻ എന്ന് ചോദിച്ചാൽ തായ്ലൻഡ്, ശ്രീലങ്ക അല്ലെങ്കിൽ അതുപോലത്തെ രാജ്യങ്ങളാണ് കൂടുതലിപ്പം പലരും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളും കൂടെ വില്ലിങ് ആയിരിക്കണം. അതിന് എത്രത്തോളം ബെറ്റർ ആക്കാം എന്നുള്ളതാണ് ഞങ്ങൾ R&D ഡിവൈസ് ചെയ്യുന്നത്. അപ്പോൾ എവരി ന്യൂക്ക് ആൻഡ് കോർണർ ഞങ്ങളുടെ ബ്രാഞ്ചസ്, അതായത് നമ്മുടെ വെൽനെസ് സെൻറ്റേഴ്സിൻ്റെ ബ്രാഞ്ചസ് വിച്ച് ഇസ് കോൾഡ് ആസ് ഡോൾച്ചെ എസ്തെറ്റിക്ക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതിൻ്റെ വെൽനെസ് ക്ലിനിക്സിൻ്റെ പേര്. സോ ഡോൾച്ചെ എവരി ന്യൂക്ക് ആൻഡ് കോർണറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മിഷൻ. ആൻഡ് ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ത്രൂ ഇൻവെസ്റ്റേഴ്സ്. അത് നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ത്രൂ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് VC ഫണ്ടിങ് ഞങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ഈ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റിനോടും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോടും ചേർന്ന് തന്നെ, ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനോടും ചേർന്ന് തന്നെ ഞങ്ങളത് എക്സ്പാൻഷൻ ഫോമിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനാണോ അതോ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സും? എല്ലാ രീതിയിലും വരും. ഡോക്ടേഴ്സ് തന്നെ മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവരുണ്ട്, ബിസിനസ്സുകാർ ഇൻവെസ്റ്റേഴ്സായിട്ട് വരുന്നവരുണ്ട്. അപ്പം കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് എ ന്യൂ തിങ്. ഇപ്പം എസ്തെറ്റിക്കും വെൽനെസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ അപ്പോൾ അതെന്താണ്, സൗന്ദര്യവർദ്ധക സാധനമാണോ, അങ്ങനെ എല്ലാവരും ചിന്തിക്കുക. സോ സൗന്ദര്യവർദ്ധക അല്ലെങ്കിൽ ഈ കോസ്മെറ്റിക് എന്ന് പറയുന്ന സാധനം അതൊരു 10% ഉള്ളൂ. അതിനെ നമ്മുടെ രീതിയിൽ ഞങ്ങൾ പറയും കോൺഫിഡൻസ് എക്കോണമി എന്ന് പറയും. IT അല്ലെങ്കിൽ ഈ പറഞ്ഞ എനർജി, ഇതൊക്കെയാണ് നമ്മുടെ GDPനെ ഫണ്ട് ചെയ്യുന്നത്, അല്ലേ, GDPനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അത് മാറി ഈ പറഞ്ഞ കോൺഫിഡൻസ് എക്കോണമിയുടെ ഒരു കാലം വരും. അതായത് എന്തിനാണ് എസ്തെറ്റിക്കും വെൽനെസ്സും ഇപ്പോൾ ആൾക്കാർ എടുക്കുക, അല്ലെങ്കിൽ ചെയ്യുന്നത് എന്തിനാണ്, അവരുടെ പാർട്ട് ഓഫ് ദ റുട്ടീൻ. ഇപ്പോൾ ഞങ്ങൾക്ക് നോർമൽ വളരെ ലോവർ സ്ട്രാറ്റയിലുള്ളവരോട് ചോദിക്കുമ്പോൾ തന്നെ ബേസിക്കലി ദേ യൂസ് സൺസ്ക്രീൻ, നൈറ്റ് ക്രീം യൂസ് ചെയ്യും. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ യെസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ കണ്ടു സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏജിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. നൈറ്റ് ക്രീം എന്തിനാണ്, നമ്മുടെ സ്കിന്നിനെ റിപ്പയർ ചെയ്യും. ബേസിക് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എത്ര ലോവർ സ്ട്രാറ്റയിലുള്ളവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എക്സ്പാൻഷൻ പ്രോസസ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാ കൂടുതലായിട്ടും ഈ എസ്തെറ്റിക്കിൽ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയിരിക്കുന്നത്? ഞങ്ങൾ റോൾ ഔട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ ഓഫർ ചെയ്യുന്ന പാക്കേജസും ട്രീറ്റ്മെൻറ്റ്സും എല്ലാം ഓൾമോസ്റ്റ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു 18-20 ഇയേഴ്സിന് ശേഷം ഉള്ളവർക്ക് പൊതുവെ. അതിന് താഴെയുള്ളവർക്ക് ഈ ഹെയർ ലോസ്, ആൻറ്റി ആക്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ യെസ് നമ്മുടെ ഡോക്ടേഴ്സിനെ കൺസൾട്ടേഷൻ ചെയ്യാം. വെൽനെസ് പാർട്ട് അല്ലെങ്കിൽ എസ്തെറ്റിക് ആൻഡ് വെൽനെസ് പാർട്ട് എന്നുള്ളത് പൊതുവെ ഒരു 18 ഇയേഴ്സിന് എബവ് ഉള്ളവർക്കാണ് നമ്മൾ പൊതുവെ. അത് 75-80 ഇയേഴ്സ് ദർ ഇസ് നോ ഏജ് ലിമിറ്റ് ആസ് ഫാർ ആസ് യു ആർ എന്താ പറയുക, യു ആർ ഹെൽത്തി. അസസ്മെൻ്റ് എല്ലാം ശേഷം ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഫോർ യു, നിങ്ങളുടെ ഹെൽത്തിന് അത് ഓക്കെ ആണെങ്കിൽ വി വിൽ ഡു ദ പ്രൊസീജിയർ. നമ്മുടെ സെൻറ്ററുകളിൽ വരുന്ന ആൾക്കാരെ നോക്കുവാണെങ്കിൽ ലേഡീസ് ആണോ ജെൻസ് ആണോ ഇപ്പോൾ വരുന്നത്? അവരുടെ നേരത്തെ നമ്മൾ കണ്ടുവന്നിരുന്നത് കൂടുതലും എസ്തെറ്റിക്സിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ലേഡീസ് ആയിട്ടാണ്. അതിലൊരു മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ? അത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിലും നമ്മുടെ വെൽവിഷേഴ്സ് ആണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഞാൻ ലാസ്റ്റ് 10 ഇയേഴ്സ് തന്നെ പറയാം. 10 ഇയേഴ്സ് മുന്നേ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് യെസ് ഫീമെയിൽസ് ആയിരുന്നു കൂടുതലും. ഇപ്പം മെയിൽസിന് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു സോഷ്യൽ ടാബു, ഒരു ഫിയർ ഉണ്ടോ, നാട്ടുകാരെന്ത് പറയും, വന്നവിടെ ഞാൻ അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് പറയും. ഇന്ന് ഞാൻ പറയും ആണുങ്ങൾ കൂടുതലാണെന്ന് പറയും. ഞാൻ 50-50 എന്നും പറയില്ല. ആണുങ്ങൾ ആക്ച്വലി ഒരു പടിക്ക് മുന്നിലെന്ന് വെച്ചാൽ അവർ സൗന്ദര്യം നോക്കാനോ കാര്യങ്ങൾക്കോ ഉള്ളതെന്നുള്ള രീതിയിലല്ല, ടു ടേക്ക് കെയർ അബൌട്ട് ദെയർ ബോഡി, ദെയർ ഫിറ്റ്നസ്, ദെയർ സ്കിൻ, ഇതെല്ലാത്തിനും. അപ്പം അത് ആണുങ്ങൾ ഇന്ന് മുന്നിലാണ്. ദിസ് ഈസ് എ നെസസിറ്റി.
നിങ്ങളുടെ സ്കിന്ന് യങ് ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ നെസസിറ്റി ആണെന്നുള്ളത് ആൾക്കാർക്ക് ബോധ്യമായി തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരു മടിയും ഇല്ലാതെ ഇന്ന് ആണുങ്ങൾ സൺസ്ക്രീൻ ഒരു മടിയില്ലാതെ പറയുകയും ചെയ്യും. എല്ലാവർക്കും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിപ്പിച്ച സോഷ്യൽ മീഡിയ ആണ്. നിങ്ങളുടെ സ്കിന്നിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള മെസ്സേജ് എത്തിക്കാൻ സോഷ്യൽ മീഡിയ കഴിഞ്ഞു. താങ്ക്സ് ടു ഓൾ ദ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഫോർ ദാറ്റ്. അപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പോൾ പുതുതായിട്ട് ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഈ രംഗത്തേക്ക് കടന്നു വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, താല്പര്യമുള്ളവർ, അവരോട് എന്താ പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഇതൊരു ഗ്ലിറ്ററിങ് സാധനമാണ്. ഒരു വളരെ തിളങ്ങുന്ന സാധനം. എസ്തെറ്റിക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊള്ളാം. ഡെഫിനറ്റ്ലി അത് അങ്ങനെയാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു നെഗറ്റീവ് കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു പ്രത്യേകിച്ചും എസ്തെറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കിന് പലരും അറിയാതെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഇതിൽ ചാടി ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും. ഹ്യൂജ് ഡെറ്റിലേക്ക് പോകുന്ന ക്ലിനിക്സിനെ കണ്ടിട്ടുണ്ട്, പൂട്ടി പോകുന്ന ക്ലിനിക്സിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നോർമൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് എടുത്ത് US നിന്നും അല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്ത് 1.5 കോടി രൂപയുടെ 2 കോടി രൂപയുടെ ലോണും എടുത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അത് എന്താ വെച്ചാൽ അത് തെറ്റായ ഇൻഫോർമേഷൻസ് ആണ് കൂടുതലും. മെഷീൻസ് ആണ് എല്ലാം ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണകൾ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള മിസ്റ്റേക്സ് വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി അത് ചെയ്യരുത്. പ്രോപ്പർ റിസർച്ചും കാര്യങ്ങളും ഈസ് വെരി മച്ച് റിക്വയർഡ്. നോ യുവർ കമ്മ്യൂണിറ്റി. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞങ്ങളുടെ ഒരു ക്ലിനിക്ക് നമുക്ക് ചേർത്തലയിലുണ്ട്, പാല, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. അപ്പോൾ കാലിക്കറ്റിലുള്ള റിക്വയർമെൻ്റ് ആയിരിക്കില്ല ട്രിവാൻഡ്രത്ത്, ചേർത്തലയിലുള്ള റിക്വയർമെൻ്റ് ആയിരിക്കില്ല കൊച്ചിയിൽ. സോ നോ യുവർ കമ്മ്യൂണിറ്റി. ഞാൻ ഈ പറയുന്നത് ഇൻഡിവിജ്വൽ ക്ലിനിക്ക് ഇടുന്ന ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുക. ഇൻഡിവിജ്വൽ ക്ലിനിക്സിൽ ഇടുന്നവർ ഇത് എവിടെയാണ് ഇടുന്നത്, വാട്ട് കമ്മ്യൂണിറ്റി ആർ വി ഗോയിങ് ടു സെർവ്, അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനെ കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് മാറ്റണം. പിന്നെ മെഷീൻ ഡിപ്പെൻഡൻ്റ് ആവരുത്. ഒരുപാട് പേര് എക്യുപ്മെൻറ്റ്സ് US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. പറയുമ്പോൾ വലിയ ഡെക്കറേഷനാണ് നമുക്ക്. US FDA അപ്രൂവ്ഡ്. യെസ്, FDA ക്ലിയറൻസ് ഇസ് നെസസറി. നോട്ട് നെസസറി നമ്മളൊരു 65 ലക്ഷം രൂപ 70 ലക്ഷം രൂപ മുടക്കി മെഷീൻ മേടിക്കണമെന്ന്. 65, 75 അല്ലെങ്കിൽ ഒരു 1 crore മെഷീൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഡോക്ടേഴ്സ് വി ആർ ആക്ച്വലി നോട്ട് എ ഗുഡ് ബിസിനസ് പീപ്പിൾ. സോ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഇതെന്ന് എനിക്ക് റീകൂപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആ പ്രോഫിറ്റ് വരിക. ഇപ്പോൾ Day 1 തൊട്ട് എനിക്ക് ഇതിൽ നിന്ന് ഒരു 5000 രൂപ എനിക്ക് പേഷ്യൻ്റ് ചെയ്താൽ ആ 5000 രൂപ നേരെ എൻ്റെ പോക്കറ്റിൽ പ്രോഫിറ്റ് അല്ല, അതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രോസ് ചെയ്യണം. സോ 1 കോടി രൂപയുടെ മെഷീൻ ഞാൻ എടുത്തിട്ടെങ്കിൽ 5000 രൂപയാണെങ്കിൽ ഇത്രയ്ക്കധികം പ്രൊസീജിയർ എനിക്ക് തീർക്കണം, അതിന് ശേഷമേ എനിക്ക് പ്രോഫിറ്റ് വരുള്ളൂ. അത് എനിക്കൊരു 2 years കൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗുഡ്. മോർ ദാൻ 2 years നോ. കാര്യം എസ്തെറ്റിക് ആൻഡ് വെൽനസ് ഈസ് എവർ ഇവോൾവിങ്. ഞാനൊരു 6 വർഷം കൊണ്ട് ഒരു മെഷീൻ്റെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഞാൻ തിരിച്ചു പിടിക്കാൻ പോരുവാണെങ്കിൽ 2ാമത്തെ വർഷം ടെക്നോളജി മാറി. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി. പക്ഷേ ആ പഴയ മെഷീൻ്റെ ഇപ്പോഴും നമ്മൾ അതിൻ്റെ കോസ്റ്റ് തിരിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ ലോൺ ആയിരിക്കും മിക്കവർക്കും. ഇന്നിപ്പോൾ ലോൺ സുലഭമാണ്. ഞങ്ങൾക്ക് ഡോക്ടേഴ്സിന് ആക്ച്വലി കൊളാട്രൽ ഇല്ലാതെ 25 lakhs പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് കൊളാട്രൽ ഇല്ലാതെ 50 to 75 lakhs കിട്ടും. കൊളാട്രൽ വേണ്ട. അപ്പം ലോൺ റെഡിയാണ്. അപ്പം ലോൺ റെഡിയായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് എസ്തെറ്റിക്കിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അതൊരു മിസ്റ്റേക്കായി മാറാം. ഒരുപാട് ഞാൻ കാണുന്നതാണ്, അനുഭവങ്ങളുമാണ്. സോ ഓൾമോസ്റ്റ് 10 years വെച്ച് ഞങ്ങൾ ആദ്യമേ കാണിച്ച കുറേ നമ്മുടെ മിസ്റ്റേക്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു ചെയിനിലേക്ക് വരുമ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഞങ്ങളിലേക്ക് വരും. അപ്പോൾ അവരെ നമുക്ക് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഒരു മോഡൽ കമ്പനി ഓൺഡ് ആയിട്ടാണ് കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത്. ആൻഡ് വി ഹാവ് ഫ്യൂ ഫോക്കോ മോഡൽ, അതായത് ഫ്രാഞ്ചൈസി ഓൺഡ്. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റർ ആവാം, നോട്ട് നെസസറി എ ഡോക്ടർ, അല്ല ഡോക്ടറിന് വേണമെങ്കിൽ ഡോക്ടർ ഇൻവെസ്റ്റ് ചെയ്യാം, ബട്ട് വി വിൽ ഓപ്പറേറ്റ് ഇറ്റ് ഫോർ ദം. അവർക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ ഒരുപാട് എറേഴ്സ് അവർക്ക് കുറഞ്ഞു കിട്ടും. പിന്നെ വേറൊരു ലെവറേജ് ഉണ്ട്. നമുക്ക് 30-40 ക്ലിനിക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് നമ്മുടെ കൺസ്യൂമബിൾസ്, അത് ഫില്ലേഴ്സ് ആവാം, ബോട്ടോക്സ് ആവാം, അല്ല ആയുർവേദത്തിൻ്റെ ആണെങ്കിൽ ആയുർവേദ മെഡിസിൻസ് ആവാം, എന്ത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് ആണെങ്കിലും അത് നമുക്ക് ആക്ച്വലി നെഗോഷിയേറ്റ് ചെയ്യാൻ ലെവറേജ് നമുക്കുണ്ടാവും. അപ്പോൾ ആ ലെവറേജ് ആക്ച്വലി ഇസ് ഫോർ എവരി വൺ. ഇപ്പം നമുക്ക് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ കമ്പനിക്ക് മാത്രമല്ല, ഈച്ച് ആൻഡ് എവരി ഫ്രാഞ്ചൈസി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ലെവറേജ്. അപ്പോൾ ആ ലെവറേജ് യൂസ് ചെയ്യാനും യൂണിഫോം ആവാനും എറേഴ്സ് കുറയ്ക്കാനുമാണ് നമ്മൾ ഈ പറഞ്ഞ മോഡൽ കൊണ്ട് പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മെഡ് ലോഞ്ചസിൻ്റെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ എത്രത്തോളം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടൊരു മേഖലയാണിത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മൾ എന്തൊക്കെയാണ്, വാട്ട് ഈസ് ആർ ട്രീറ്റ്മെൻറ്റ് മെനു, നമ്മൾ ഏതൊക്കെ പ്രൊസീജിയേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പോകുന്നത്, ഹൂ ആർ ദ ഡോക്ടേഴ്സ് ദാറ്റ് യു ഗോണ ഹയർ.
അപ്പം നമുക്ക് നമ്മുടെ കൂടെ നോർമൽ ഒരു ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് എസ്തെറ്റിക് ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതലും നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആയിരിക്കും ഓപ്റ്റ് ചെയ്യുക. അല്ല, പ്ലാസ്റ്റിക് സർജൻസ്, ജനറൽ സർജൻസ്, ENT സർജൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ സർജിക്കൽ ആസ്പെക്റ്റിലേക്ക് പോകും. അപ്പം ഞങ്ങളുടെ ഡോൾച്ചെ എന്ന് പറഞ്ഞ ഞങ്ങളുടെ UK കമ്പനി ഞങ്ങൾ ആക്ച്വലി ബേസിക്കലി നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സിനാണ് കൂടുതലും പ്രാധാന്യമായിട്ട് കൊടുക്കുന്നത്. റീസൺ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പീപ്പിൾ ടേണിങ് ടു നോൺ സർജിക്കൽ ആർ മോർ. നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് കൂടുതലും ആൾക്കാർ തപ്പുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഓഫീസ് പ്രൊസീജിയേഴ്സ്, ഓഫീസിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടി വരുന്നു, ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ മുഖത്ത് പീലിംഗ് അധികം വേണ്ട, അല്ലെങ്കിൽ വേദന അധികം വരാൻ പാടില്ല, നീരധികം വരരുത്. ടെക്നോളജി അതിനനുസരിച്ച് ഇവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി അതിനനുസരിച്ച് ഇവോൾവ് ആവുന്നുണ്ട്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പ്രൊസീജിയർ സേഫായിട്ട് ചെയ്ത് പോകാവുന്ന രീതിയിൽ. സോ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടേഴ്സിന്, വെദർ അത് നമ്മുടെ ഫ്രാഞ്ചൈസി ആണെങ്കിലും അല്ലെങ്കിലും ഒരു ഡെർമറ്റോളജിസ്റ്റോ ഒരു എസ്തെറ്റിക് ഡോക്ടറോ ആണെങ്കിൽ, ഓർ ഫോർ ദാറ്റ് മാറ്റർ എനി ഡോക്ടർ ക്യാൻ ഡു ദാറ്റ്. വെൽനസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറിന് അവരുടെ മെനു അവർ കേറ്റർ ചെയ്യുന്നത് ഷുഡ് ബി വെരി സ്മോൾ ഇനീഷ്യലി. അപ്പോൾ അത് കാര്യം നമുക്ക് ഒരുപാട് ഇതിൽ എക്സ്പീരിയൻസ് ഇല്ല, വി ആർ ജസ്റ്റ് ടെസ്റ്റിംഗ് ഇറ്റ് ഔട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മെനു ചെറുതാക്കി വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗെയിൻ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ്, നമ്മൾ എവിടെ നിന്ന് എക്യുപ്മെൻറ്റ്സ് എടുക്കുന്നു, ആരെടുത്തു നിന്ന് എടുക്കുന്നു, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് അതിനു വേണ്ടി പോകും, അത് ട്രീറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്ര എക്സ്പെൻസീവായിട്ട് എടുക്കണമെന്നുള്ളത് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഒരു ദിവസം എത്ര കൺസൾട്ടേഷൻസ് വരെ കിട്ടാം, ഇതെല്ലാം പ്രെഡിക്ഷൻസ് ആണ്, ഇതെല്ലാം എക്സ്പെക്റ്റേഷൻസ് ആണ്. ബട്ട് യു ഹാവ് ടു ഹാവ് എ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരുമ്പോഴാണ് ലോണിൻ്റെ അടവ് തൊട്ട് സകല കാര്യങ്ങളും തെറ്റിപ്പോകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു +or -10% വേരിയേഷൻ അക്സെപ്റ്റബിൾ ആക്കി വെച്ചുകൊണ്ട് യു ഹാവ് ടു കാൽക്കുലേറ്റ്. ഒരു 40 ലക്ഷം രൂപ 50 ലക്ഷം രൂപ തൊട്ട് കോടിക്കണക്കിന് ആൾക്കാർ രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോപ്പർ കാൽക്കുലേഷനിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾ ഡോൾച്ചയിൽ ഞങ്ങളുടെ ഫ്രാഞ്ചൈസീസ് ഞങ്ങൾക്കൊരു ഒരു സെഗ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 750 സ്ക്വയർ ഫീറ്റ് ടു 1500 അല്ലെങ്കിൽ 1600 സ്ക്വയർ ഫീറ്റ് മാക്സിമം. ഞങ്ങൾ വലിയ സെൻറ്റേഴ്സ് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ വി ആർ അട്രാക്റ്റിംഗ് ആൻഡ് വി ആർ ഹെൽപ്പിംഗ് ഔട്ട് ഇൻവെസ്റ്റേഴ്സ് ഹു വോണ്ട് ടു ഇൻവെസ്റ്റ് ഈവൻ ഇൻ വൺ സെൻറ്റർ. വൺ ഓഫ് ദ ഹയസ്റ്റ് എബീറ്റ കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഈ പറഞ്ഞ എസ്തെറ്റിക് ആൻഡ് വെൽനസ്. നോർമൽ ഏതൊരു ഇൻഡസ്ട്രിയിലും നമുക്കൊരു 10 to 15% അല്ലെങ്കിൽ ലെസ് ദാൻ ദാറ്റാണ് നമുക്ക് എബീറ്റ വരിക. എസ്തെറ്റിക് ആൻഡ് വെൽനസ് ഇൻഡസ്ട്രിയിൽ എന്ന് വെച്ചാൽ 20% അബവ് നമുക്ക് എബീറ്റ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫാസ്റ്ററായിട്ട് കിട്ടും. നമ്മുടെ കാൽക്കുലേറ്റഡ് മൂവ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിന് മേജർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ ക്ലിനിക്കിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകില്ല. SOPനെ ഡിപ്പെൻഡ് ചെയ്ത്, പ്രോസസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആണ് ഞങ്ങൾ കൂടുതലും പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നോർമലി ഒരു 75 to 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല ടോപ്പ് എൻഡ് സെൻറ്റേഴ്സ് ഞങ്ങൾക്ക് റോൾ ഔട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് പോകെ ഞാൻ ഈ പറഞ്ഞ പോലെ ലെവറേജ്, അതായത് കൺസ്യൂമബിൾസിൻ്റെ ലെവറേജ്. കാര്യം ഞങ്ങളൊരു ഗ്രൂപ്പാണ്, വി ഹാവ് ദീസ് മെനി നമ്പേഴ്സ് ഓഫ് ക്ലിനിക്സ്. അപ്പോൾ അതിൻ്റെ ആ ലെവറേജ് എല്ലാ സെൻറ്റേഴ്സിലേക്കും കിട്ടുന്ന രീതിയിലായിരിക്കും സെൻട്രലിൽ ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 50 to 75 lakhs നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു വെൽനസ് സെൻറ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സംരംഭകൻ എന്നുള്ള നിലയിൽ ഡോക്ടർ കൂടുതൽ എന്താ പറയുക നല്ല മികവ് പുലർത്തി എന്ന ഒരവസ്ഥയിലെത്തി. പക്ഷേ സാധാരണ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറെ സംബന്ധിച്ച് അത് അത്ര എളുപ്പമാവും തോന്നണില്ല. താങ്കളെ സംബന്ധിച്ചൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ കിടന്നതുകൊണ്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരോട് എന്താ പറയുക, ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രാക്ടീഷണറായിട്ട് തുടങ്ങുന്നവർ അങ്ങനെ തന്നെ തുടരുക, അല്ലെങ്കിൽ അവരെങ്ങനെ സംരംഭകരായി വരണം? ഇപ്പം ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും ബിസിനസ്സുകാരും, എല്ലാവരും അച്ഛന്മാരും, അല്ലെങ്കിൽ എല്ലാവർക്കും എൻജിനീയേഴ്സ് ആവാൻ പറ്റില്ല. അപ്പം അതിനൊരു ഒരു നോർമൽ ഒരു ബാലൻസ് ഉണ്ട്. അപ്പം ആ ബാലൻസിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ എംപ്ലോയീസ് ആയിട്ടുള്ളവർക്കും നമ്മൾ നേരെ അവരെ പിടിച്ച് ഓൺട്രപ്രണർ ആക്കാനും ശ്രമിക്കുന്നില്ല. ഓൺട്രപ്രണർ ആവണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. എനിക്ക് ഇപ്പം എൻ്റെ വർഷങ്ങളോളമായിട്ടുള്ള എൻ്റെ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഞാനായി മാറിയത് എൻ്റെ ഫാദറാണ്. അപ്പോൾ ഫാദറിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഐ ഓൾവേസ് കൺസിഡർ ഹിം ആസ് മൈ റോൾ മോഡൽ. അപ്പം ആൾ ഒരു കുട്ടനാട് ഭാഗത്തു നിന്നാണ് വന്നത്, ആലപ്പുഴയിലായിരുന്നു. അപ്പോൾ വളരെ ഹമ്പിൾ ബിഗിനിങ്ങിൽ നിന്ന് ആളുടെ ഒരു ബിസിനസ് രീതിയിലേക്ക് വന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഫസ്റ്റ് ഒരു കാര്യം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നെവർ ക്വിറ്റ്. തോൽവികളുണ്ടാവും. അപ്പോൾ അതാണ് എപ്പോഴും ഒരു ബിസിനസ്സുകാരനെയും ഒരു നോർമൽ ഒരാളെയും വേർതിരിക്കുന്ന ഒരേ ഒരു ഘടകമായിട്ട് ഞാൻ പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നെവർ ക്വിറ്റ്. അപ്പോൾ ഫാദർ പറയുമ്പോഴും ഫാദറിനെ ഞാൻ അച്ചാച്ചാന്ന് വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചയുടെ ഒരുപാട് അങ്ങനെയുള്ള തോൽവികൾ പറയും. അത് ഫിയറോട് ഇല്ലാതെ പറയുക. മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് ഞാൻ തോറ്റു, ഇവിടെ ഞാൻ തോറ്റു,
നമ്മളിവിടെ ജയിച്ചു, ഇവിടെ തോറ്റു. ആ തോൽവികൾ പറയുമ്പോഴാണ് മകനെന്നുള്ള രീതിയിൽ എനിക്ക് നാളെ എൻ്റെ ഭാവിയിൽ ഞാൻ തോൽവികൾ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ അപ്പം കടന്നു പോയതാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലെങ്കിൽ എനിക്കൊരു പ്രതീക്ഷ തരുന്നത്. ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരൻ്റെ ഹിസ്റ്ററി എടുത്തു നോക്കിയാൽ അവിടെ പരാജയമുണ്ട്. പരാജയം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നില്ലെങ്കിൽ അത് പറയുന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നമുണ്ട്. ഏതൊരു സക്സസ്ഫുൾ ഓൺട്രപ്രണർ ആണെങ്കിലും തോൽവികളുണ്ടാവും. സോ 9 losses and 1 win ആണ് ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ജപ്പാൻ, മൾട്ടി ബില്യണർ, ദ റിച്ചസ്റ്റ് ജാപ്പനീസ് ബിസിനസ്സുകാരനാണ് ടഡാഷി യാനായി. ആൾക്ക് 9 losses and 1 win ആണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും അത് എക്സ്പെക്റ്റഡ് ആണ്. അപ്പം ഒരു എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഓൺട്രപ്രണർ മൈൻഡ് സെറ്റിലേക്ക് വരുന്നവർ, അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ: എക്സ്പെക്റ്റ് ഡിഫീറ്റ്സ്. പരാജയങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ആൻഡ് വി ഷുഡ് വെൽക്കം ഇറ്റ്, വി ഷുഡ് ലേൺ ഫ്രം ഇറ്റ് ആൻഡ് നെവർ ക്വിറ്റ്. തിരിച്ചു കയറി വരണം. താങ്കളെ സംബന്ധിച്ച് അങ്ങനെ പറയാവുന്നൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു? ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് വേണ്ടായിരുന്നു, പ്രാക്ടീഷണറായിട്ട് അങ്ങ് തുടർന്നാൽ മതിയായിരുന്നു തോന്നിയ സന്ദർഭങ്ങൾ? ഒരിക്കലുമില്ല. ഒരിക്കലും പ്രാക്ടീഷണറായിട്ട് തുടരുക എന്നുള്ളൊരു സാധനമില്ല. പിന്നെ പരാജയങ്ങളുടെ കാര്യങ്ങൾ, യെസ്, ഞാൻ ഒരു പ്രൊഡക്റ്റ് ലൈൻ ലോഞ്ച് ചെയ്തു ഒരു 4-5 years ബാക്ക്. അത് ആക്ച്വലി പരാജയപ്പെട്ടു പോയി. ഞാനിപ്പോൾ അത് വീണ്ടും റീലോഞ്ച് ചെയ്തു. അത് ഇൻ്റർനാഷണൽ രീതിയിലാണ് റീലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് നല്ല അക്സെപ്റ്റൻസ് ഉണ്ട്. പരാജയങ്ങളുടെ ലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വിജയങ്ങളെക്കാളും കൂടുതൽ പരാജയങ്ങളുടെ ലിസ്റ്റ് തന്നെയായിരിക്കും. അത് ചിലർ എൻ്റെ അടുത്ത് ചോദിക്കും, ഡോക്ടർ വാട്ട് ഈസ് യുവർ വിഷൻ, അല്ലെങ്കിൽ ഹൗ ഡു യു ഇതൊക്കെ എങ്ങനെയാണ് ഒരു വിഷനായിട്ട് കാണുന്നതെന്ന് ഞാൻ. അപ്പം എനിക്ക് എൻ്റെ ഒരു ഡെഫിനിഷനുണ്ട്. ഐ ഡോണ്ട് ഹാവ് എ വിഷൻ, ഐ ആം എ പേഴ്സൺ ഹു ഡ്രീംസ്. എനിക്ക് ഡ്രീംസേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് നാളെ എഴുന്നേറ്റ് എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളൊരു ഡ്രീമല്ല, നമ്മുടെ പ്ലാനാണ്, അല്ലേ? ഷോർട്ട് ടേമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ എന്ന് പറയും. ഡ്രീം എന്നുള്ളത് എനിക്ക് അച്ചീവ് ചെയ്യാവുന്നതിൻ്റെ ഉപരിയായിട്ടുള്ള കാര്യമാണ് നമ്മളെപ്പോഴും ഡ്രീം. നാളെ എനിക്ക് വലിയൊരു വണ്ടി മേടിക്കണം, അല്ലെങ്കിൽ ഒരു 100 crore ടേൺ ഓവർ, 200 crore ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് മൈ ഡ്രീം. എനിക്ക് എൻ്റെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ടീം ഇല്ലെങ്കിൽ ആ ഡ്രീം എന്നും ഡ്രീമായിരിക്കും. സോ ഐ ഓൾവേസ് കൺസിഡർ, എൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഡ്രീമിനെ ഡ്രീം ആക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആൾക്കാർ വരുമ്പോഴാണ് അത് ഞങ്ങൾ വിഷനായി മാറുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് എ ഡ്രീം. അപ്പോൾ ഐ ആം എ പേഴ്സൺ വിത്ത് ഡ്രീംസ്. എനിക്ക് വിഷൻ അല്ല, ഐ ആം എ പേഴ്സൺ വിത്ത് ഡ്രീംസ്. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ ഹു ആർ വിത്ത് മീ ടു അച്ചീവ് ദാറ്റ് ഡ്രീം, അല്ലെങ്കിൽ ഹു ട്രാൻസ്ഫോം ദ ഡ്രീം ടു എ വിഷൻ, ആൻഡ് വി അച്ചീവ് ഇറ്റ് ടുഗെദർ. അങ്ങനെ ഒരു ഡ്രീം വെച്ചിട്ടുണ്ടോ? ഇത് ഏതെങ്കിലും ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഒരു ടാർഗറ്റ്? 10 വർഷം കഴിഞ്ഞിട്ടുള്ള ഞാനാണ് എൻ്റെ ഡ്രീം, അല്ലെങ്കിൽ എൻ്റെ വിഷൻ. അതൊരിക്കലും ഞാൻ അച്ചീവ് ചെയ്യില്ല. ഞാൻ അവിടെ എത്തുമ്പോൾ അടുത്ത 10 വർഷത്തേക്ക് ഞാൻ പോയി, അല്ലേ? അപ്പോൾ അതാണ് എപ്പോഴും ഒരു ഓൺട്രപ്രണർ. അപ്പം നെവർ ക്വിറ്റ് എന്ന് പറയുന്നത് ഞാൻ പരാജയത്തിന് മാത്രമല്ല, ഒരു സ്ഥലമെത്തി, ഒരു സിറ്റുവേഷൻ എത്തി, മതി എന്നൊരിക്കലും ഒരു നല്ല ഓൺട്രപ്രണർ ചിന്തിക്കത്തില്ല. അത് എത്ര പ്രായമായാലും അവൻ എന്നും അവൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അവനൊരു ബാല്യം ഉണ്ടാവും ടു ഫൈൻഡ് ഔട്ട് ഓപ്പർച്യൂണിറ്റീസ്. എസ്തെറ്റിക് മേഖല അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എടുക്കുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തായിരിക്കണം ഇനി അവിടെ വരേണ്ടത്, അങ്ങനെ തോന്നുന്നത്? എസ്തെറ്റിക് ആൻഡ് വെൽനെസ്സിൻ്റെ ഇന്നത്തെ ഇന്ത്യയിലെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 15 lakh crore ആണ്. 1 അല്ല 2 അല്ല 1000 അല്ല 2000 അല്ല, 15 lakh crore ആണ് എസ്തെറ്റിക് ആൻഡ് വെൽനെസ് ഇൻഡസ്ട്രി ഇന്ത്യയിലെ. അത് കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ഉണ്ട്, ആയുർവേദ വെൽനെസ് ഉണ്ട്, മെഡിക്കൽ എസ്തെറ്റിക് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് 15 lakh crore ആണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്കൊരു 1000-1500 ക്ലിനിക്സിൻ്റെ മേളിലുള്ള ഒരു ചെയിനും ഇന്ത്യയിൽ ഇന്നില്ല. 1000-1500 അല്ലെങ്കിൽ ദ ഹയസ്റ്റ് എനിക്കൊന്ന് VLCC ആണ്. VLCC ഒരു 400 ക്ലിനിക്സോ 350 ക്ലിനിക്സേ ഉള്ളൂ. ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് എന്തുകൊണ്ട് നമുക്ക് 1000-2000 ക്ലിനിക്സ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ഒരേ ഒരു ചെയിൻ ഓഫ് ക്ലിനിക്ക് എന്തുകൊണ്ട് ഇല്ലാത്തത്? അതൊരു ഗ്യാപ്പ് തന്നെയാണ്. ആ ഗ്യാപ്പിനെ നികത്തുക എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അംബീഷനാണ്, ഒരു വിഷനാണ്. ടു ബി ദ ബിഗസ്റ്റ് വെൽനെസ് ഒരു കമ്പനിയായി മാറുക ഇന്ത്യയിൽ. അത് എന്തിനാന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരും കൂടെ സപ്പോർട്ട്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ മീ. ബാക്കിയുള്ളവരും കൂടെ സപ്പോർട്ട് ചെയ്യുക, പറ്റുന്ന ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, കൂടെ ജോയിൻ ചെയ്യേണ്ടവർക്ക് കൂടെ ജോയിൻ ചെയ്യാം. അതൊരു കൂട്ടായിട്ടുള്ളൊരു പരിശ്രമമായിട്ട് വി വോണ്ട് ടു ബി ദ ബിഗസ്റ്റ് വെൽനെസ് പ്ലെയർ ഇൻ ദ ഇന്ത്യൻ മാർക്കറ്റ്. ഫോറിനേഴ്സിനെയൊക്കെ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ്സ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു, ഹീൽ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ മിഷൻ, അതിന് ഓൾമോസ്റ്റ് 1 lakh crore ആണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് ഈ ഹീൽ ഇൻ ഇന്ത്യയ്ക്ക്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. 2, കൊളാബറേറ്റീവ് ഒരു എഫേർട്ട്. അത് ഇന്ത്യയിൽ പൊതുവെ ഇപ്പോൾ കുറവാണ്. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലാണെങ്കിലും കൊളാബറേറ്റീവ് എഫേർട്ട്. ഇപ്പം ഞങ്ങളുടെ പോലെയുള്ള ക്ലിനിക്സ് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക, ഞങ്ങളുടെ പോലെയുള്ള ക്ലിനിക്സ് ഓൺട്രപ്രണേഴ്സിനെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്തിനാ? അവയർനെസ് കൂട്ടാൻ വേണ്ടിയിട്ട്.
അവയർനെസ് കൂടുമ്പോൾ എന്താ പറ്റുക, വി വിൽ ബി എന്താ പറയുക, നമ്മൾ പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തു നിന്ന് ഒരാൾക്ക് ഓക്കെ കേരള അല്ലെങ്കിൽ ഇന്ത്യ ഈസ് എ ഹബ് ഫോർ എസ്തെറ്റിക് അല്ലെങ്കിൽ വെൽനെസ് എന്നുള്ള രീതിയിലേക്കാവും നമ്മൾ കൊളാബറേറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഫെലോ ഓൺട്രപ്രണേഴ്സിനും എൻ്റെ ഫെലോ ബിസിനസ്സുകാർക്കും സെയിം ഇൻഡസ്ട്രിയിലുള്ള ഡെർമറ്റോളജിസ്റ്റുകൾക്കും എസ്തെറ്റിക് ഡോക്ടേഴ്സിനോടും എൻ്റെ ഒരു റിക്വസ്റ്റ് വുഡ് ബി കോമ്പറ്റീറ്റീവ് സ്പിരിറ്റിൽ യെസ് healthy competition is always good. More than competitive spirit, collaborative spirit എടുക്കുകയാണെങ്കിൽ it will be helpful for everybody. ഇപ്പം നമ്മുടെ ഒരു ചെറിയ ഇടുങ്ങിയ ചിന്താഗതിയാണ് എൻ്റെ ക്ലിനിക്കിൻ്റെ തൊട്ടപ്പുറം വേറൊരു ക്ലിനിക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമായി, എൻ്റെ പോക്കറ്റിൽ നിന്നാണ് അവൻ പേഷ്യൻറ്റിനെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ള അല്ലെങ്കിൽ ക്ലയൻറ്റിനെ എടുത്തുകൊണ്ട് പോകുക എന്നുള്ളത് ഇടുങ്ങിയ ചിന്താഗതിയാണ്. എത്ര ക്ലിനിക്ക് വരുന്നോ അത്രത്തോളം അവയർനെസ് ഈ സമൂഹത്തിന് വരികയും ഒരുപാട് പേര് ആ സാധനത്തിന് പർച്ചേസ് ചെയ്യാൻ വരികയും ചെയ്യുമെന്നുള്ള ആ ചിന്താഗതിയിലേക്ക് വരുന്നില്ല. മെഡിക്കൽ ഫ്രറ്റേണിറ്റി ആണെങ്കിലും മെഡിക്കൽ അസോസിയേഷൻസ് ആണെങ്കിലും ചിന്താഗതി മാറ്റണം, വലുതാക്കണം, അക്കോമഡേറ്റ് ചെയ്യണം, കൊളാബറേറ്റ് ചെയ്യണം. എങ്കിലേ അവയർനെസ് കൂടുള്ളൂ, എങ്കിലേ പുറത്തുനിന്ന് ആൾക്കാർ കൂടുതലായിട്ട് നമ്മുടെ രാജ്യത്ത് വരുള്ളൂ. ഇനിയിപ്പോൾ ഹെൽത്ത് കെയറിൽ വരാൻ പോകുന്നൊരു മാറ്റം എന്തായിരിക്കും? അടുത്ത 5-10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഒരു ഹെൽത്ത് കെയർ സെക്ടർ എങ്ങനെയായിരിക്കും? ക്രിപ്റ്റോ കറൻസി വാസ് എ ട്രെൻഡിങ് തിങ്. സിമിലർലി എസ്തെറ്റിക് ആൻഡ് വെൽനസ് വിൽ ബി ദ നെക്സ്റ്റ് ക്രിപ്റ്റോ. നമ്മുടെ GDPനെ ഫ്യൂവൽ ചെയ്യുന്ന ഒരു മേജർ തിങ് വിൽ ബി ദ എസ്തെറ്റിക് ആൻഡ് വെൽനസ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് എല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. GDPയിലെ ഏറ്റവും വലിയ സപ്പോർട്ടിങ് സാധനമായിട്ട് മാറും എസ്തെറ്റിക് ആൻഡ് വെൽനസ്. സോ അതിപ്പോഴും ഒന്നും തീരില്ല. 5 years അല്ല, 10 years അല്ല, 15 years നീണ്ടു നിൽക്കാവുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണ് എസ്തെറ്റിക് ആൻഡ് വെൽനസ്. കാര്യം എത്ര ക്ലിനിക്ക് വന്നാലും നമ്മുടെ ആൾക്കാർക്ക് കേറ്റർ ചെയ്യാനത് പോരാ. ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് കൺട്രി. 1000 ക്ലിനിക്ക് വന്നാലും കാര്യമില്ല, 2000 ക്ലിനിക്ക് വന്നാലും കാര്യമില്ല. സോ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ എക്കോണമി. വെൽനസ് ആൻഡ് എസ്തെറ്റിക്സിൽ നിക്ഷേപിക്കാനായിട്ട് വരുന്ന ഒരാൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് നമ്മൾ എങ്ങനെയാണ് മിറ്റിഗേറ്റ് ചെയ്യുക? ഒരുപാട് ഡൗട്ട്സ് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിനുണ്ടാകും. അതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഡൗട്ട് എപ്പോഴും ഞാൻ ഓൾറെഡി കവർ ചെയ്ത് പോയ സാധനമാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. എനിക്ക് ഈ എമൗണ്ട് തിരിച്ചു കിട്ടും എന്നുള്ളത്. 2, എപ്പോഴും നമ്മൾ നോക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫേം അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ നോക്കുന്ന ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാരാമീറ്റർ ഉണ്ട്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആൻഡ് ദി ടോട്ടൽ അല്ലെങ്കിൽ വാല്യൂ നമ്മുടെ ടൈം. ഇതിൻ്റെ റേഷ്യോ എപ്പോഴും അവർ നോക്കും. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, ഒരു കസ്റ്റമർ വരാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചിലവായി, ആ കസ്റ്റമറിൻ്റെ ലൈഫ് ടൈം വാല്യൂ, അതിൻ്റെ LTV എത്രത്തോളമാണ്, ഇതിൻ്റെ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ പോയി നമ്മൾ വല്ലപ്പോഴും സ്വർണ്ണം മേടിക്കുന്ന പോലെ അല്ല എസ്തെറ്റിക് ആൻഡ് വെൽനസ്. എസ്തെറ്റിക് ആൻഡ് വെൽനസ്സിൽ അതിൻ്റെ LTV വിൽ ബി ഹയർ. സോ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, അതായത് അതിൻ്റെ CTC അല്ലെങ്കിൽ CAC എന്ന് പറയുന്ന സാധനത്തിൻ്റെ 5 times കൂടുതലാണ് ലൈഫ് ടൈം വാല്യൂ. അപ്പം ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. അപ്പോൾ ദാറ്റ് ഈസ് ആക്ച്വലി എൻ അട്രാക്റ്റീവ് പോയിൻറ്റ്. 2, അറൗണ്ട് 2 years ഓർ അണ്ടർ 2 years നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ക്ലിനിക് ആണെങ്കിൽ അണ്ടർ 2 years നമ്മൾ അതിൻ്റെ കാപ്പക്സ് നമ്മൾ റിക്കൂപ്പ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ബിഗ് അഡ്വാൻറ്റേജ് ഫോർ ദ ഇൻവെസ്റ്റേഴ്സ്. പിന്നെ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഡോക്ടർ സെൻട്രിക് അല്ല എന്ന് നമ്മൾ പറയുന്നു. അപ്പം പുതിയ സെൻറ്റേഴ്സ് വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്യും? കോമ്പറ്റീഷൻ കൂടില്ലേ? നോ, കോമ്പറ്റീഷൻ കൂടില്ല. ഈ എസ്തെറ്റിക് ആൻഡ് വെൽനസ് എന്നുള്ളത് എവർ ഇവോൾവിങ്ങും. നമ്മുടെ പ്രോട്ടോക്കോൾ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇറ്റ് ഈസ് ഇൻ എ സച്ച് എ വേ ദാറ്റ് നമുക്ക് ട്വീക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എവറി 3 months, എവറി 6 months നമുക്ക് പുതിയ സാധനങ്ങൾ എപ്പോഴും നമുക്ക് റോൾ ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം നമുക്ക് R&Dയിൽ ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഞാൻ അഡ്വൈസ് ചെയ്യും, ഇപ്പം നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്തുകൊണ്ടാണ് നോർമൽ ഒരു കമ്പനിയിൽ കൊണ്ട് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടാണ് നല്ലതെന്ന് പറയും. കാര്യം ആവറേജ് ഔട്ട് ചെയ്ത് പോകും. പെർഫോം ചെയ്യുന്നതാണോ പെർഫോം ചെയ്യുന്ന ഒരുപാട് കമ്പനീസിൻ്റെ ഒരു ബഞ്ചാണ് എപ്പോഴും മ്യൂച്വൽ ഫണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു കമ്പനി താഴോട്ട് പോയാലും ബാക്കിയുള്ളത് അത്യാവശ്യം മിറ്റിഗേറ്റ് ചെയ്തു. അതാണ് മ്യൂച്വൽ ഫണ്ട്. സിമിലർലി ഇഫ് യു ആർ എ ഇൻവെസ്റ്റർ വിത്ത് മേ ബി ലൈക്ക് ഒരു 5 to 10 CRൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ എ നമ്പർ ഓഫ് ക്ലിനിക്സ് rather than 1 clinic. അല്ലെങ്കിൽ ഇപ്പോൾ 1 CRൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കയ്യിലുള്ള ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 4-5 ക്ലിനിക്സിൽ അവർക്ക് ഡൈവേഴ്സിഫൈ ചെയ്ത് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരു ക്ലിനിക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള മോഡലല്ല, ഞങ്ങളുടെ ഒരു ഡിഫറെൻറ്റ് മോഡലാണ്. അവർക്ക് വേണമെങ്കിൽ പാലയിലും മാംഗ്ലൂരും മൈസൂരും ഡൽഹിയിലും അവർക്ക് ഈ 1 CR എന്നുള്ളത് മേ ബി ഒരു 3-4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പം ഏതെങ്കിലും എല്ലാം പെർഫോം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ ചിലപ്പോൾ 5% ആയിരിക്കും പെർഫോം ചെയ്യുന്നത്, ചിലപ്പോൾ 25% ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ആവറേജ് അവർക്ക് നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൊടുക്കുന്നുണ്ട്. സോ നോർമലി ഒരു 1 CR അറൗണ്ട് 1 CR തൊട്ട് മേളിലേക്കുള്ള
ഇൻവെസ്റ്റേഴ്സ് ആരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യും. ബട്ട് ഡെഫിനറ്റ്ലി ഹ്യൂജ് എമൗണ്ട് ഉള്ളവരെ ആയിരിക്കും കൂടുതലും ഞങ്ങൾക്ക് ബെറ്റർ. കാര്യം നമ്പർ ഓഫ് ക്ലിനിക്സ് കൂടുതലാവാനാണ്. ബട്ട് സേഫർ സൈഡാണ് ഇപ്പോഴത്തെ രീതിയിൽ. എക്കോണമി ഈസ് സേഫ്, ഇന്ത്യൻ എക്കോണമി ഈസ് സേഫ്. ഈ പറഞ്ഞ പോലെ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ലൈഫ് ടൈം വാല്യൂ ആണെങ്കിലും എല്ലാം മച്ച് ഹയർ ആണ്. എബീറ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു, എബീറ്റ 25% അറൗണ്ട് ആണ് എസ്തെറ്റിക് ആൻഡ് വെൽനെസ്, വിച്ച് ഇസ് മച്ച് ഹയർ. അപ്പോൾ ഇതെല്ലാം അട്രാക്റ്റീവ് പാരാമീറ്റേഴ്സ് ആണ് ഫോർ എ ഗുഡ് ഇൻവെസ്റ്റർ. അപ്പോൾ വളരെ നന്ദി ഡോക്ടർ, ഇത്ര നേരം നമുക്കൊപ്പം സംസാരിച്ചതിന്. താങ്കൾ പറഞ്ഞ പോലെ 300ഓളം ക്ലിനിക്കുകളായിട്ട് ഉടനെ കാണാൻ പറ്റട്ടെ നമുക്ക്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ആത്മവിശ്വാസം പകർന്ന് മിഡ് ലോഞ്ചസ് മുന്നോട്ട് പോട്ടെ. താങ്ക് യു.